Thank you very much for the introduction. We will not spend much time because only 1 hour, 2 sessions are there, 2 sessions of 1 hour each. And, about Christian contribution to science, I can go on speaking the whole day. And so it's very, very extensive. Some of you may be hearing it for the first time. That doesn't matter. So since there is scarcity of time, I'm going to start right away. അപ്പോൾ നമുക്ക് straight away we can go into നമ്മുടെ ഈ സബ്ജക്റ്റിലോട്ട് നമുക്ക് കടക്കാം straight away. ഇൻട്രൊഡക്ഷൻ ആയിട്ട് ക്രിസ്ത്യാനിറ്റി ആൻഡ് സയൻസ് എ ക്ലോസ് ലിങ്കേജ്. ക്രിസ്ത്യാനിറ്റിയും സയൻസും തമ്മിൽ വളരെ വളരെ ക്ലോസ് ആയിട്ടുള്ള ലിങ്കേജ് ഉണ്ട്, കണക്ഷൻസ് ഉണ്ട്. ഇത് വെച്ചാൽ ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നിരീശ്വരവാദികൾ ഇത് മനസ്സിലാക്കിയിട്ട് കാണത്തില്ല. കാരണം ആരോ ഇവിടെ പറഞ്ഞായിരുന്നു, ചരിത്രം വായിക്കാതെ ഓരോരുത്തരും ചുമ്മാ സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണ്. അത് നമ്മുടെ പ്രത്യേകിച്ച് ഇന്ത്യൻസിൻ്റെ ഒരു പ്രത്യേകതയാണ്. പ്രത്യേകിച്ച് ഇന്ത്യൻസ് എല്ലാവരും ചെയ്യുന്നതാണ്, പക്ഷേ നമുക്ക് കുറച്ച് കൂടുതലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ശരിയല്ല എങ്കിൽ നിങ്ങൾക്ക് എന്നെ കറക്റ്റ് ചെയ്യാം. ഓക്കെ, എനിവേ, സോ നമ്മൾ വെറുതെ പറയുക മാത്രമല്ല, അതിന് വേണ്ടതായ വസ്തുതകൾ നമ്മൾ കൊടുക്കണമല്ലോ. അതിന് വേണ്ടതായ സാക്ഷികളോ വേണ്ടതായിട്ടുള്ള തെളിവുകൾ കൊടുക്കുന്നുണ്ട്. തെളിവായിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഞാൻ പറയുകയാണ് ഇവിടെ. നോക്കിക്കോ. Christianity played a major role in the origin and development of modern science, particularly in its infancy. ഞാൻ മോഡേൺ സയൻസ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ സയൻസ് നമ്മൾ കോളേജിലും യൂണിവേഴ്സിറ്റിയിലും എഞ്ചിനീയറിംഗ് കോളേജിലും മെഡിക്കൽ കോളേജിലൊക്കെ പഠിക്കുന്ന സയൻസിനെയാണ് ഞാൻ മോഡേൺ സയൻസ് എന്ന് പറയുക. അപ്പോൾ സയൻസിനോട് പലരും പലതരത്തിൽ ഉപയോഗിക്കാറുണ്ട്. ഇന്ത്യൻ സയൻസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല ഇന്ത്യൻ ഗ്രാമർ സയൻസാണെന്ന് പറയുന്നത് ശരിയാണ്, സയൻറ്റിഫിക്കായിട്ട് ഡെവലപ്പ് ചെയ്തിരിക്കുന്നതാണ്. പക്ഷേ അതിനെപ്പറ്റിയല്ല ഞാൻ സംസാരിക്കുന്നത്. ഞാൻ സംസാരിക്കുന്നത് നമ്മുടെ സാധാരണ നമ്മൾ സയൻസ് എന്ന് പറയുമ്പോൾ നമുക്കൊരു ധാരണയുണ്ടല്ലോ, നമുക്കൊരു അറിവുണ്ടല്ലോ. ആ അറിവ് വെച്ചുണ്ട്, അതായത് യൂണിവേഴ്സിറ്റിയിലും കോളേജിലും എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പഠിപ്പിക്കുന്ന സയൻസാണ് നമ്മൾ സംസാരിക്കുന്നത്. അതുപോലെ തന്നെ സ്പേസ് ഷട്ടിലും സ്പേസ് ലാബും എല്ലാം ഉണ്ടാക്കിയ ആ സയൻസിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഓക്കെ, ബോത്ത് ഇൻഡിവിജ്വലി ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണലി. ചില ഇൻഡിവിജ്വൽസ് മുമ്പോട്ട് വന്നു, അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസും മുമ്പോട്ട് വന്ന് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഞാൻ അൽമേനികളെ അധികം കൂട്ടുന്നില്ല. കാരണം ഇതാണ്, അവർ ലൂയിസ് പാസ്റ്ററിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ അനേകരുണ്ട്. ലൂയിസ് പാസ്റ്റർ മാത്രം, മാഡം ക്യൂറി, ഇവരൊക്കെ കാത്തലിക്സ് ആയിരുന്നു. പിന്നെ ക്രിസ്ത്യൻസ് ആയിട്ടുള്ളവർ ബോയൽ, കൊപ്പർനിക്കസ് കാത്തലിക്കായിരുന്നു, ഗലീലിയോ, ഇവരെല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അവരിപ്പോൾ ക്രിസ്ത്യാനിറ്റിയുടെ പേരിലാണോ അവർ ചെയ്തത്, അതേ ഇൻഡിവിജ്വലായിട്ടാണ് ചെയ്തതെന്നുള്ളത് പറയാൻ പ്രയാസമാണ്. ചിലർ ഇൻഡിവിജ്വലായിട്ട് ചെയ്തതായിരിക്കാം, ചിലർ സഭയുടെ. പക്ഷേ അതേസമയം ഫാദേഴ്സും സിസ്റ്റേഴ്സും ആണെങ്കിൽ അവർ ഒരു ഓർഗനൈസേഷൻ്റെ പേരിലായിരിക്കുമല്ലോ ചെയ്യുക. അപ്പോൾ ഞാനൊരു കാര്യം ഇവിടെ ഈ ടോക്ക് കൊടുക്കുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. എൻ്റെ ഓർഗനൈസേഷനെ മോശം വരത്തക്ക രീതിയിൽ ഞാൻ സംസാരിക്കാൻ പാടില്ല എന്നുള്ള, അല്ലെങ്കിൽ ഞാൻ ഓർഗനൈസേഷൻ മെമ്പറാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പം, കാരണം എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷനോട്. ഇപ്പം ഞാനൊരു ജെസ്യൂട്ട് ഫാദറാണ്. സോ എനിക്ക് ജെസ്യൂട്ട്സിനോട് ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അത് എനിക്ക് മറക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഞാനൊരു കത്തോലിക്ക പ്രീസ്റ്റാണ്. ഇപ്പോൾ കത്തോലിക്ക സഭയോട് എനിക്കൊരു ചെറിയ ഒരു ഉത്തരവാദിത്വമുണ്ട്. അതെനിക്ക് മറക്കാൻ പാടില്ല. അപ്പം അങ്ങനെ പറയുന്ന എല്ലാവർക്കും പറയാൻ പറ്റത്തില്ല. അതേസമയം ഗലീലിയോ സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അങ്ങനെ പറയേണ്ട ആവശ്യമില്ലായിരുന്നു. കാരണം ഗലീലിയോ ഒരു ഇൻഡിവിജ്വലായിട്ട് സംസാരിച്ച ആളാണ്. പക്ഷേ വളരെ നല്ല കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്, മോശമായ കാര്യങ്ങളും സംസാരിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഇവിടെയല്ല, ഞാൻ ഇവിടെ ട്രിവാൻഡ്രത്ത് കൊടുക്കുന്ന ടോക്കിൽ അതിനെപ്പറ്റി ഞാൻ സംസാരിക്കുന്നതായിരിക്കും. ഇവിടെ അതിനെപ്പറ്റി സംസാരിക്കുന്നില്ല. എനിവേ, ഇപ്പം നോക്കി ഞാൻ ഇവിടെ ഡേറ്റ വരികയാണ്. A recent study has identified 52 scientists in the 16th and 17th centuries as the founders of modern science. The modern science തുടങ്ങിയപ്പോഴത്തേക്കും നമ്മൾ അതിനെപ്പറ്റി വളരെ കാലമായല്ലോ, 2-3 വർഷമായുള്ളൂ ഈ സ്റ്റഡി വന്നിട്ട്. അപ്പോൾ ഞാനത് എപ്പോഴും ഇങ്ങനെ നോട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് ഇതിനെപ്പറ്റി അറിവ് കിട്ടിയതാണ്. 52 എന്ന് പറയുന്ന ഒരു ഉദ്ദേശം വെച്ചുള്ള ഒരു ഇതാണ്. കൃത്യമായിട്ട് പറയാൻ പറ്റത്തില്ല ഇതുപോലുള്ള കാര്യങ്ങൾ. 52 പേരോട് ഇവിടെ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ 50 പേരും വിശ്വാസികളായിരുന്നു, ദൈവവിശ്വാസികളായിരുന്നു. 2 പേര് വിശ്വാസികളല്ലെന്ന് പറയാൻ പറ്റത്തില്ല, പക്ഷേ അത്ര ക്ലിയർ അല്ല. 50 പേര് അതിൽ 26 പേര് കത്തോലിക്കരായിരുന്നു. ഈ 52 പേര് 56 കത്തോലിക്കരായിരുന്നു. ബാക്കിയുള്ളവർ പ്രൊട്ടസ്റ്റൻറ്റും അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു.
മറ്റ് പെട്ടവരായിരുന്നു. അപ്പോൾ അതാണ് ഇവരാണ് ഈ നമ്മുടെ മോഡേൺ സയൻസിനെ സ്ഥാപിച്ചവർ. അപ്പോൾ അവരുടെ ചെറിയ പേര് ഞാൻ പറയുകയാണ്. കൊപ്പർണിക്കസ്, ചെറിയ ചെറിയ ആൾക്കാരെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. കൊപ്പർണിക്കസ്, ടൈക്കോ ബ്രാഹെ, അതുപോലെ തന്നെ യോഹാനസ് കെപ്ലർ, ഗലീലിയോ ഗലീലിയൈ, റോബർട്ട് ബോയൽ, ന്യൂട്ടൺ, ഐസക് ന്യൂട്ടൺ, ഇങ്ങനെയുള്ളവരെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അങ്ങനെ 52 പേരെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ ചെറിയ ആൾക്കാരെ പറ്റിയല്ല നമ്മൾ സംസാരിക്കുന്നത്. അവരിൽ പറഞ്ഞില്ല 50 പേരോളം ദൈവവിശ്വാസികളായിരുന്നു, ബൈബിളിലും വിശ്വസിക്കുന്നവരായിരുന്നു. ഇതൊന്നും സാധാരണക്കാർക്ക് ഇതിനെപ്പറ്റി അറിവില്ല. ഇതൊരു പരമാർത്ഥമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുണ്ടാക്കിയതല്ല, ഇത് എനിക്ക് മറ്റ് ഇതിനെപ്പറ്റി ഗവേഷണം ചെയ്തവർ അവരുടെ ഗവേഷണത്തിൻ്റെ ഫലം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്തപ്പം അതിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്, പുസ്തകത്തിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. കുറച്ചുകൂടെ കൂടുതൽ ഞാൻ സ്റ്റാറ്റിസ്റ്റിക്സ് തരികയാണ് കേട്ടോ. ഒരു ജോഹാൻ ക്രിസ്റ്റ്യൻ പോഗൻഡോൾഫ് എന്ന് പറഞ്ഞ ഒരു ഗവേഷകനാണ്, ജർമ്മൻകാരനാണ്. ജർമ്മൻകാരനാണ് അദ്ദേഹം. ഇവരൊക്കെ ജർമ്മൻകാരെന്ന് പറയുമ്പോഴത്തേക്ക് കണ്ടമാനം റിസർച്ച് ചെയ്യുന്നവരാണ്. അവർ രാവിലും പകലും കുത്തിയിരുന്ന് റിസർച്ച് ചെയ്യുന്ന അങ്ങനത്തെ ഒരു കൾച്ചറാണ് അവർക്കുള്ളത്. അദ്ദേഹം ഇങ്ങനെ ഈ ഹിസ്റ്ററി എല്ലാം ഗവേഷണം ചെയ്ത് അദ്ദേഹം 1863 അതായത് ഈ നമ്മളുടെ നോളജിൻ്റെ ആരംഭം മുതൽ 1863 വരെ എത്ര പേര് സയൻസ് കൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളത് കണക്കാക്കി അതിനെപ്പറ്റിയുള്ള ഗവേഷണം നടത്തി കണ്ടുപിടിച്ചു. ഈ ഗോട്ട് എ ലിസ്റ്റ് ഓഫ് 8,847 സയൻറ്റിസ്റ്റ് വേൾഡ് വൈഡ്. അതിലുണ്ടല്ലോ 10% ആരായിരുന്നു? ഫാദേഴ്സും സിസ്റ്റേഴ്സും ആയിരുന്നു. 10%. ഇത് ഗവേഷണം ചെയ്തതിൻ്റെ ഫലമായിട്ട് കിട്ടിയിരിക്കുന്നതാണ്. അപ്പോൾ ആ 10%-ത്തിലുണ്ടല്ലോ 5% ആരായിരുന്നു? ഈശോ സഭക്കാർ, ജെസുവിറ്റ്സ്, എന്നെപ്പോലുള്ള എൻ്റെ സഭയിൽപ്പെട്ടവർ. അതായത് നമ്മളിപ്പം നമ്മുടെ നോളജിൻ്റെ ആരംഭം മുതൽ 1900 വരെ കൂട്ടിക്കുക. 1900 വരെ നമ്മൾ കണക്കെടുക്കുകയാണെങ്കിൽ അവർ 20 പേരെ നമ്മൾ പിക്ക് ചെയ്യുകയാണെങ്കിൽ, 20 സയൻറ്റിസ്റ്റ് പിക്കപ്പ് ചെയ്യുകയാണെങ്കിൽ അവർ ഒരാൾ ഒരു ഈശോസഭക്കാരനായിരിക്കും. ഇത് മാത്രമല്ല, ഞാൻ ഇത് കാൽക്കുലേറ്റ് ചെയ്ത് പഠിച്ചു. അതുപോലെ വേറെ പലരും പറഞ്ഞിട്ടുള്ളതാണ്. അതിനെപ്പറ്റിയുള്ള വീഡിയോസ് എല്ലാം ഉണ്ട്, ഇൻ്റർനാഷണൽ വീഡിയോസ് ഉണ്ട് ഇതിനെപ്പറ്റിയൊക്കെ. ഇതുപോലെയാണ് നമ്മൾ സംഭാവന ചെയ്തിരിക്കുന്നത്. 10%, 10-1 ഒരു ക്രിസ്ത്യൻ മതത്തിൻ്റെ പേരിൽ ചെയ്ത ഒരാളാണ്. മതത്തിൻ്റെ ഉത്തരവാദിത്തമുള്ള ഒരാൾ ചെയ്തതാണ്, ഇൻഡിവിജ്വലായിട്ട് ചെയ്തതല്ല. ഇതുപോലുള്ളൊരു അടുത്ത സംബന്ധമാണ് സയൻസും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ളതെന്നുള്ളത് ചിന്തിക്കേണ്ട ആവശ്യമാണ്. ഇതൊക്കെ ഡേറ്റ സപ്പോർട്ടഡ് സ്റ്റേറ്റ്മെൻറ്റ്സാണ്. അല്ലാതെ വെറുതെ നമ്മൾ ഊഹിച്ചോ പിന്നെ ഗസ് ചെയ്ത് പറയുന്ന കാര്യങ്ങളല്ല. ഓക്കെ. ഇൻഫാക്ട് ദ ജെസ്യൂട്ട് ഓർഡർ ഈസ് കോൾഡ് ദ സയൻറ്റിഫിക് ഓർഡർ ഓഫ് ദ കാത്തലിക് ചർച്ച്. ആരതിങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കാര്യമായ വിലയില്ല. കാരണം ഞാനൊരു കത്തോലിക്കനിരുന്ന് പറയുമ്പോൾ വിലയില്ല. ഇപ്പം ഞാൻ കുറേ പേരെ കോട്ട് ചെയ്തിട്ടുണ്ട്. ഉണ്ടോ? ഇവരെല്ലാവരും ഉണ്ടല്ലോ, ഇവരാരും മതം പ്രാക്ടീസ് ചെയ്യുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്കോളേഴ്സാണ്. ചിലരിപ്പോഴും ചിലർ മരിച്ചുപോയി. 2 പേര് 3 പേരെ ഞാൻ എടുത്തിട്ടുള്ളൂ. 2 പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, ഒരാൾ മരിച്ചുപോയി. ഓക്കെ. ഇവരൊക്കെ വളരെ ടോപ്പായിട്ടുള്ള ഷോർട്ടായിട്ടുള്ള ഹിസ്റ്റോറിയൻസ് ഓഫ് സയൻസാണ്. വില്യം ആഷ്വർത്ത് അമേരിക്കക്കാരനാണ്. There is one order that stands out from all others as a scientific order without rival in the 17th century Catholicism. And that, of course, is the Society of Jesus, the Jesuits. അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തെ കാണാനായിട്ട് ഞാൻ പോയായിരുന്നു അമേരിക്കയിൽ. പക്ഷേ ഞാൻ കാണാൻ പറ്റിയില്ല. പക്ഷേ അദ്ദേഹം ഇപ്പോഴത്തേക്ക് ഈ ഒരു ആർട്ടിക്കിൾ നന്നായിട്ട് എഴുതി കഴിഞ്ഞിട്ട് പുള്ളി ഡിസപ്പിയർ ചെയ്ത പോലെയാണ്. ആൾക്കാരോട് ചോദിച്ചിട്ട് കാര്യമായിട്ടുള്ള ഇൻഫർമേഷൻ എനിക്ക് കിട്ടിയില്ല. പിന്നെ അതിൻ്റെ പുറകെ നടക്കാൻ നമുക്ക് സമയമില്ലായിരുന്നു, അതുകൊണ്ട് പോയില്ല. ജോർജ് സാർത്തൺ വളരെ ഫേമസ് ആയിരുന്നു. അദ്ദേഹമാണ് മോഡേൺ ടൈപ്പ് ഓഫ് ഹിസ്റ്ററി ഓഫ് സയൻസ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ ജോൺ ഹൈൽബ്രൺ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഇംഗ്ലണ്ടിലാണ് ജീവിക്കുന്നത്. ഇംഗ്ലണ്ടിലെ ഇതെല്ലാം ഹൈലി റെക്കഗ്നൈസ്ഡ് ഹിസ്റ്റോറിയൻസ് ഓഫ് സയൻസ് ആണ് ഇവരൊക്കെ. അവരൊക്കെ പറയുന്നുണ്ട്. അത് ഡീറ്റെയിൽസ് പറയേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വൺ പ്ലീസ്. ജെസുവിറ്റ്സ് ആൻഡ് സയൻസ് ഇൻ സൗത്ത് ഏഷ്യ. നമ്മുടെ ഇന്ത്യയിൽ ഇവരെ എന്തൊക്കെ ചെയ്തിരിക്കുന്നു? ജെസുവിറ്റ്സ് ഒരു പക്ഷേ ഞാനിപ്പോൾ ജെസുവിറ്റ്സിനെ പറ്റി പല പ്രാവശ്യം പറയും. നിങ്ങൾ ഓർക്കുമായിരിക്കും അവൻ ജെസുവിറ്റാണ് അതുകൊണ്ട് പറയുന്നതായിരിക്കും എന്ന്. പക്ഷേ സംഗതി ഇതാണ്,
ഞാൻ പറഞ്ഞില്ല 10 അല്ല 20 പേരുണ്ടെങ്കിൽ ഒരാൾ ജെസ്യൂട്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ എന്താ പറയുന്നത് 10 പേരുണ്ടെങ്കിൽ ഒരാൾ ഒരു ക്രിസ്ത്യാനിറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന ആളായിരിക്കും. ജെസ്യൂട്ട് ആയിരിക്കത്തില്ല, പക്ഷേ ക്രിസ്ത്യാനിറ്റി റെപ്രസെൻ്റ് ചെയ്യുന്ന ആൾക്കാർ പകുതി പേരും ജെസ്യൂട്ട്സാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ജെസ്യൂട്ട് എന്ന് പല പ്രാവശ്യം വരുന്നത്. പക്ഷേ ഇന്ത്യയിലോട്ട് വന്നപ്പോഴത്തേക്കും മിക്കതും തന്നെ ജെസ്യൂട്ട്സാണ്. അത് കാരണം അവർക്കായിരുന്നു ഇതിനെപ്പറ്റി അറിവുണ്ടായിരുന്നത്. അവർ വന്ന് പങ്കു ചെയ്തു. അപ്പോൾ ഇവിടെ ആരോ പറഞ്ഞതുപോലെ ഇവർ പബ്ലിസിറ്റിക്ക് വേണ്ടി ചെയ്തവരല്ല. ആ പോയിൻ്റ് ഞാൻ കൊണ്ടുവരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക്. ഇവർ പബ്ലിസിറ്റിക്ക് ഇപ്പോഴും ഉണ്ടല്ലോ. വറ്റിക്കൻ ഒബ്സർവേറ്ററി എന്ന് പറഞ്ഞ് നമ്മുടെ ലോകത്തിലെ ഏറ്റവും ലീഡിംഗ് ആയിട്ടുള്ള ഒബ്സർവേറ്ററിയാണ് ഇപ്പോഴും. ഞാൻ അതിൻ്റെ അതുമായിട്ട് ബന്ധപ്പെട്ട ആളാണ്. വറ്റിക്കൻ ഒബ്സർവേറ്ററി അത് ഗസ്റ്റോൾ കണ്ടോൾപ്പോൾ റോമിലാണ് അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അവരുടെ ടെലസ്കോപ്പ് ഇരിക്കുന്നത് ടൂസാൻ അരിസോണ. അപ്പോൾ 3 വർഷം മുമ്പ് അവിടെ പോയി വിസിറ്റ് ചെയ്യാനായിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്താണ്. അന്നേരത്തേക്ക് ഈ കോവിഡ് വന്നു. അതുകൊണ്ട് ഇപ്പം ഇനിയും ടിക്കറ്റ് ഇപ്പോഴും വാലിഡാണ്. as soon as ഇത് തുടങ്ങുമ്പോൾ ഞാൻ പോകും അങ്ങനെ. അപ്പോൾ അവിടെ അത് വളരെ പറയുന്നത് ഫോർവേഡായിട്ടുള്ളൊരു ഒബ്സർവേറ്ററിയാണ്, വറ്റിക്കൻ ഒബ്സർവേറ്ററി. പക്ഷേ അത് നടത്തുന്നത് ജെസ്യൂട്ട്സാണ്. ജെസ്യൂട്ട്സിന് പോപ്പ് എന്താ പറയുന്നത് പോപ്പ് കൊടുത്തിരിക്കുന്നതാണ്. അതായത് ജെസ്യൂട്ട്സിനെ അവർ അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്, പോപ്പ് മുഖേന അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ടൊക്കെയാണ് ഞാൻ പല പ്രാവശ്യം ജെസ്യൂട്ട് എന്ന് പറയുമ്പോഴത്തേക്കും പ്രധാന കാരണം ഇതാണ്. അവരാണ് ഇത് ചെയ്തപ്പോൾ നമ്മൾ മറച്ചു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അല്ലാതെ നമ്മൾ പബ്ലിസിറ്റിക്ക് വേണ്ടി പറയുന്നതല്ല എന്ന് പറയുന്നത്. ഓക്കെ, നൗ SM റസൂള്ള. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നുണ്ടല്ലോ, ഇവിടെ ഞാൻ കോട്ട് ചെയ്യുന്നവരെല്ലാവരും തന്നെ ഈ എന്താ പറയുന്നത് ക്രിസ്ത്യാനികൾ പോലും അല്ലാത്തവരെയാണ് ഞാൻ കോട്ട് ചെയ്തിരിക്കുന്നത്. കാരണം അപ്പോൾ നമുക്ക് കുറച്ചുകൂടി വിലയുണ്ടാവുമല്ലോ. അല്ലെങ്കിൽ ക്രിസ്ത്യാനികളെ മാത്രം ഞാൻ വെക്കുവാണെങ്കിൽ അവർ പറയും അവൻ പ്രൊപ്പഗാൻഡാക്കി വന്നിരിക്കുന്നതാണ് പറയും. അതുകൊണ്ട് മിക്കവരും തന്നെ ഞാൻ എടുത്തിരിക്കുന്നത് ഹിസ്റ്റോറിയൻസ് ഇതിനെപ്പറ്റി എൻ്റെ അതോറിറ്റീസ് എല്ലാവരും തന്നെ നോൺ ക്രിസ്ത്യൻസ് ആയിരിക്കും. മിക്കവരും തന്നെ, എല്ലാവരും അല്ല. അഥവാ ക്രിസ്ത്യൻസ് ആ പേരുണ്ടെങ്കിൽ തന്നെയും അവർ പ്രാക്ടീസ് ചെയ്യുന്നവരായിരിക്കത്തില്ല. സോ ദാറ്റ് മീൻസ് ടോട്ടലി ഇൻഡിപെൻഡൻ്റ് ടൈപ്പാണ് ആസ് മച്ച് ആസ് പോസിബിൾ. ഓക്കെ, റസൗള്ള അദ്ദേഹത്തെ എനിക്കറിയാവുന്നതാണ്. നമ്മുടെ ഇന്ത്യയിലെ ഹിസ്റ്റോറിയൻ സയൻസിൽ ഒരു വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരാളാണ്. മുസ്ലിം ഇസ്ലാമിക് സ്കോളർ. ഓക്കെ, അദ്ദേഹം പറയുന്നു, The Jesuits were the first Europeans to introduce modern Western astronomy into South and Southeast Asia, including India, China. These are the things he has in mind. Okay, there was a continuous stream of Christian scientists from the beginning of modern science, from the 16th century onwards. Okay, now you see, this is something നിങ്ങൾക്ക് ഒരുപക്ഷെ മിക്കവരും തന്നെ കേട്ടിട്ടില്ലായിരിക്കും. ഇന്ത്യയിലെ ഫസ്റ്റ് ക്രെഡിറ്റഡ് ഡിസ്കവറി ഇൻ സയൻസ്, അതായത് ക്രെഡിറ്റഡ് ഡിസ്കവറി, ദാറ്റ് മീൻസ് സയൻറ്റിഫിക് കമ്മ്യൂണിറ്റി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന, അംഗീകരിച്ച് കൊടുത്തിരിക്കുന്ന ഒരു ഇതാണ്. അത് ആരാ ചെയ്തത്? ഒരു ജെസുവിറ്റ് ഫാദറാണ്. ഫ്രം റിഷോൺ, ഫ്രം ഫ്രാൻസ്. ഓക്കെ, the first credited scientific discovery in India was made in 1689 by Jean Richon in 1689. അദ്ദേഹം കണ്ടുപിടിച്ചതെന്താണ് വളരെ ഇന്നത്തെ കാലത്ത് വളരെ നിസ്സാരമായിട്ട് കണക്കാക്കും. അന്നത്തെ കാലത്ത് ആദ്യമായിട്ട് ഇങ്ങനെയൊരു സംഗതി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കി ഇദ്ദേഹമാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ക്രെഡിറ്റ് കൊടുത്തിരിക്കുന്നത്. ഒരു ഡബിൾ സ്റ്റാർ, ഈ ഡബിൾ സ്റ്റാർ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഡബിൾ സ്റ്റാർ കണ്ടുപിടിച്ചെന്ന് പറഞ്ഞാൽ ആരും അതിനെപ്പറ്റി കാര്യമായിട്ട് എടുക്കത്തില്ല. പക്ഷേ 1689 17th സെഞ്ച്വറിയിൽ ഒരു ക്ലോക്കായിരുന്നു ഏറ്റവും വലിയ കണ്ടുപിടുത്തം ക്ലോക്കായിരുന്നു അന്നത്തെ കാലത്ത്. അതിന് തെളിവുകൾ, ഇഷ്ടംപോലെ തെളിവുകളുണ്ട്. പക്ഷേ അതിലോട്ട് ഞാൻ കടക്കുന്നില്ല. അന്നത്തെ പരിസ്ഥിതി വെച്ച് നമ്മൾ നോക്കണം. ഇദ്ദേഹമാണ്. സോ ഫസ്റ്റ് ക്രെഡിറ്റഡ് ഡിസ്കവറി വാസ് ഡൺ ബൈ എ ജെസുവിറ്റ് മിഷനറി പ്രീസ്റ്റ്. മിക്കവർക്കും തന്നെ ഇത് അറിയത്തില്ലാത്തൊരു കാര്യമാണ്. Next one, please. Okay, Eugene Lafont of St. Saviour's College, principal of St. Saviour's College, Calcutta, one of the prestigious Jesuit colleges ആണ്. അതിൻ്റെ പ്രിൻസിപ്പളായിരുന്നു ഇദ്ദേഹമാണ്. നമ്മുടെ സർക്കാർ, മഹേന്ദ്രലാൽ സർക്കാർ എന്ന് പറഞ്ഞു, ഡോക്ടർ മഹേന്ദ്രലാൽ സർക്കാർ, ഇവർ രണ്ടുപേരും കൂടെയാണ് ഇന്ത്യയിൽ അവർ പറയുന്നതാണ് IACS, ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദി കൾട്ടിവേഷൻ ഓഫ് സയൻസ്. നമ്മുടെ ബ്രിട്ടീഷ് റോയൽ സൊസൈറ്റി, ഫ്രഞ്ച് റോയൽ സൊസൈറ്റി എന്നൊക്കെ പറയുമല്ലോ, അതുപോലെ ഇവർ പറഞ്ഞു നമുക്ക് ഇന്ത്യയിലും ഒരു സൊസൈറ്റി ഉണ്ടാകണം. ആ സൊസൈറ്റിയുടെ ഉദ്ദേശം എന്താണ്? യങ്സ്റ്റേഴ്സായിട്ടുള്ളവരെ സയൻസിൽ എൻകറേജ് ചെയ്യുക, അവരെ ഹെൽപ്പ് ചെയ്യുക, അവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെയൊരു സഭ സ്ഥാപിച്ചായിരുന്നു
എൻഡ് ഓഫ് ദ 19th സെഞ്ച്വറി ആയിരുന്നു, എൻഡ് ഓഫ് ദ 19th സെഞ്ച്വറി. അപ്പോൾ അത് രണ്ടുപേരാണ് അത് പ്രധാനമായിട്ട് അതിന് മുൻകൈ എടുത്തവർ. ഒരാൾ മഹേന്ദ്രലാൽ സർക്കാർ, ബംഗാളി സയൻറ്റിസ്റ്റ്. രണ്ടാമത്തെ ആൾ ഒരു ജെസ്യൂട്ട് ഫാദറായിരുന്നു, പ്രിൻസിപ്പൽ ഓഫ് സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, കൽക്കട്ട അറ്റ് ദാറ്റ് ടൈം. ഓക്കെ. രാജാ ജയസിംഗ് ആരാണ്? അദ്ദേഹം ഈ ജയസിംഗ് വന്നിരിക്കുന്നത് ജയ്പൂർ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, ജയ്പൂരിൻ്റെ പേര് വന്നത് ജയസിംഗ് മുഖേനയാണ്. ഈ രാജാ ജയസിംഗ് മുഖേന. രാജാ ജയസിംഗ് രാജാവായിരുന്നു, അതേസമയം തന്നെ അസ്ട്രോണമറായിരുന്നു, വളരെ ഇൻട്രസ്റ്റഡ് ആയിരുന്നു, ആൻഡ് വെരി ബ്രോഡ് മൈൻഡഡ് അസ്ട്രോണമറായിരുന്നു. അദ്ദേഹം ഇന്ത്യയിലെ അസ്ട്രോണമി പാശ്ചാത്യ രാജ്യങ്ങളിലെ അസ്ട്രോണമിയെ പോലെ അതിന് തുല്യമാക്കിയ രീതിയിൽ കൊണ്ടുവരണം എന്നൊരു അംബിഷനുള്ള ആളായിരുന്നു. അപ്പോൾ അത് വെച്ചുകൊണ്ട് അദ്ദേഹം വളരെ പരിശ്രമിച്ചു. ഹിന്ദു അസ്ട്രോണമേഴ്സും അസ്ട്രോളജേഴ്സും കൊണ്ടുവന്നു, അവർ സഹായിച്ചു. പക്ഷേ അതുകൊണ്ട് സാറ്റിസ്ഫാക്ടറി അല്ലായിരുന്നു. അത് കഴിഞ്ഞുകൊണ്ട് മുസ്ലിം സ്കോളേഴ്സ്, സയൻറ്റിസ്റ്റിനെ കൊണ്ടുവന്നു. അതും നല്ലതാണ്, അവർ കൺട്രിബ്യൂട്ട് ചെയ്തു. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫാക്ട്. അത് കഴിഞ്ഞ് അവസാനം ജെസ്യൂട്ട്സിനോട് വന്ന് സംസാരിച്ചു. ആരോ പറഞ്ഞു ജെസ്യൂട്ട്സുകാർ അവരെ പിടിച്ചാൽ മതി, അവർ നല്ല ഇതാണ്. അപ്പോൾ എല്ലാം ഫോറിനേഴ്സ് ആയിരുന്നു. അപ്പോൾ ആ ജെസ്യൂട്ട്സിനെ പുള്ളി കോൺടാക്ട് ചെയ്തു. അത് കഴിഞ്ഞൊരു ഡെലഗേഷനെ യൂറോപ്പിലോട്ട് വിട്ടു. അത് കഴിഞ്ഞിട്ട് കണ്ടമാനം പരിശ്രമിച്ചായിരുന്നു അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി. ചെറുപ്പത്തിൽ തന്നെ, അതായത് യങ് ആയിരുന്ന സമയത്ത് മരിച്ചുപോയില്ല. അതായത് കുറച്ച് നാളത്തേക്ക് ജീവിച്ചിരുന്നെങ്കിൽ ഇതിലൊക്കെ കൂടുതലായിട്ട് സഹകരണം ഉണ്ടായതിന് നമ്മുടെ ഇന്ത്യൻ അസ്ട്രോണമിക്ക് പുരോഗമനം ഉണ്ടാകുമായിരുന്നു. അദ്ദേഹമാണ് രാജാ ജയസിംഗ്. അദ്ദേഹത്തിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയതും ക്രിസ്ത്യൻ മിഷനറീസ് ആയിരുന്നു. അദ്ദേഹത്തിന് വളരെ സന്തോഷമായിരുന്നു ക്രിസ്ത്യൻ മിഷനറിയുടെ സംഭാവനയിൽ. പക്ഷേ ഇങ്ങനെ മരിച്ചു പോയതുകൊണ്ട് ആ സംരംഭം ഉണ്ടല്ലോ, ആ മൂവ്മെൻറ്റ് ഡൈ ചെയ്തു. ദാറ്റ് കെയിം ടു ആൻ എൻഡ് സഡൻലി. അല്ലായിരുന്നെങ്കിൽ ക്രിസ്ത്യൻ കൊളാബറേഷൻ വളരെ സ്ട്രോങ് ആയിട്ട് പോകുമായിരുന്നു. മറ്റ് രാജാക്കന്മാരും ഒരുപക്ഷെ അത് ഏറ്റെടുക്കുമായിരുന്നു. അത് സംഭവിച്ചില്ല. More than 80 newly identified plant species, 80. നേരത്തെ ഞാനിങ്ങനെ എൻ്റെ വേറൊരു ഇതിൽ ഞാൻ പറഞ്ഞായിരുന്നു അവരുടെ പേരിലാണ് വന്നിരിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അതിനെപ്പറ്റി കൂടുതൽ ഗവേഷണം ചെയ്തപ്പോഴത്തേക്കും അവരുടെ പേരിൽ പറയാൻ പറ്റത്തില്ല. മിക്കതും തന്നെ അവരുടെ പേരിലാണ്, ചിലത് അവരുടെ പേരിലല്ല. പക്ഷേ അവരാണിത് ഐഡൻറ്റിഫൈ ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ആ ലാംഗ്വേജ് മാറ്റിയിട്ട് ഞാനിപ്പോൾ വെച്ചിരിക്കുക ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് ദിസ് പ്ലാന്റ്സ് എന്ന് വെച്ചിരിക്കുകയാണ്. 80 അല്ല, 80 കൂടുതലുണ്ട്. പക്ഷേ അറ്റ്ലീസ്റ്റ് 80 ഷുവറായിട്ട് നമുക്ക് പറയാം. അങ്ങനെയൊക്കെ അതും മിഷനറിമാർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണ്. മിക്കതും തന്നെ ജെസ്യൂട്ട്സാണ്. അപ്പോൾ ഇന്ത്യയിലായതുകൊണ്ട് മിക്കതും തന്നെ ജെസ്യൂട്ട്സാണ്. അപ്പം അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ പ്രൊട്ടസ്റ്റൻ്റുകാർ കുറേ പേരുണ്ട് കേട്ടോ, അവരുടെ പേരിലും ഇങ്ങനെ പ്ലാൻസ് വന്നിട്ടുണ്ട്. പ്രൊട്ടസ്റ്റൻ്റ്, അതായത് സെറാംപൂർ യൂണിവേഴ്സിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ചിലരൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. സെറാംപൂർ യൂണിവേഴ്സിറ്റി, അവിടെ കുറേ ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു. അദ്ദേഹമൊക്കെ 3 പേര് പ്രത്യേകിച്ചുണ്ടായിരുന്നു. അവർ കൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരുടെ പേരിലും കുറേ പ്ലാൻസ് ഇറങ്ങിയിട്ടുണ്ട്. അതിനെപ്പറ്റി ഞാൻ പ്രത്യേകിച്ച് ഇവിടെ പറയുന്നില്ല. പക്ഷേ അങ്ങനെയുണ്ട്, നമ്മൾ അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്. പ്രൊട്ടസ്റ്റൻ്റുകാരും ചെയ്തിട്ടുണ്ട്, മറ്റ് കാത്തോലിക്സ് മാത്രമല്ല മറ്റുള്ളവരും ചെയ്തിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അംഗീകരിച്ച് കൊടുക്കേണ്ട കാര്യമാണ്. നെക്സ്റ്റ് വൺ പ്ലീസ്. Okay, now the question is, why did the church in general and Jesuits in particular engage in modern science? ഇവരെന്തിനാണ് ഇതിൻ്റെ അകത്തോട്ട് കയറിയത്? ഇവർ ഇവർ മിഷനറീസ് അല്ലേ, മിഷൻ പ്രവർത്തനം ചെയ്താൽ മതിയായിരുന്നല്ലോ, എന്തുകൊണ്ട് സയൻസിൽ കയറിയെന്ന് ഒരു ചോദ്യം ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ചോദ്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അതിനെപ്പറ്റി പലരും പലതരത്തിൽ പറയുന്നു. ജോസഫ് നീഡ് എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജിലെ ഒരു പ്രൊഫസറായിരുന്നു. അദ്ദേഹം ബയോളജിയുടെ പ്രൊഫസറായിരുന്നു, ബയോസയൻസിൻ്റെ പ്രൊഫസറായിരുന്നു. പുള്ളി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് അത് നിർത്തിയിട്ട് ചൈനയിൽ പോയി ചൈനീസ് എല്ലാം പഠിച്ച് ചൈനയും സയൻസുമായിട്ടുള്ളതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു മൾട്ടി വോളിയം പുസ്തകം എഴുതി. ഇത് അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ്. ഇതിപ്പോൾ നമ്മൾ നെറ്റിൽ പോയാൽ കിട്ടുമതല്ല. ഇതിൻ്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടുണ്ട്. ഇവിടെ ഇന്ത്യയിലെ കാര്യമായിട്ടില്ല, പുറത്ത് പോയപ്പോൾ ഇംഗ്ലണ്ടിൽ പോയപ്പോൾ ഞാൻ വാങ്ങിച്ചായിരുന്നു കുറേയൊക്കെ. ഇതിന് എൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള, അതായത് ക്രിസ്ത്യൻ കൺട്രിബ്യൂഷൻ സയൻസിനെ പറ്റി അദ്ദേഹം പറയുന്നുണ്ട്, പ്രത്യേകിച്ച് ചൈനയിലും ഇന്ത്യയിലും, മെയിൻലി ചൈന. അദ്ദേഹം പറയുന്ന ഇതാണ്, ഇത് ഒരു ട്രിക്കായിരുന്നു. അതായത് ട്രിക്ക് എന്ന് പറഞ്ഞാൽ ഒരു വൺ മെത്തേഡ് ഓഫ് കൺവേർട്ടിങ് പീപ്പിൾ. ഇങ്ങനെ സയൻസ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നല്ല ആൾക്കാർക്ക് വളരെ മതിപ്പുണ്ടാവും, വളരെ ബഹുമാനം ഉണ്ടാവും.
അത് ഉപയോഗിച്ചിട്ട് ഇനി ചെയ്യാനുള്ളതാണ്. ഇതായിരുന്നു ഇവരുടെ ഉദ്ദേശം എന്ന് അദ്ദേഹം പറയുന്നു. ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, അങ്ങനെ ഉദ്ദേശം ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. പക്ഷേ ഇത് മെയിൻ ഉദ്ദേശമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. It's a clever strategy to spread Christianity among non-Christians, particularly in the East. East means China, India and Malaysia and all these places. ഞാൻ അതിനോട് ഞാൻ പറഞ്ഞല്ലോ, അത് ആ ഉദ്ദേശം ഇല്ലെന്ന് ഞാൻ പറയത്തില്ല. കാരണം അവരുടെ ലെറ്റേഴ്സൊക്കെ നമ്മൾ വായിച്ചു നോക്കുമ്പോഴത്തേക്കും കുറച്ച് ഉദ്ദേശം ഉണ്ടെന്നുള്ളത് ശരിയാണ്. പക്ഷേ അതല്ലായിരുന്നു പ്രധാന ഉദ്ദേശം. ആ ഉദ്ദേശം വെച്ചായിരുന്നെങ്കിൽ ചില സംഗതികൾ സംഭവിക്കുമായിരുന്നു. ഓക്കെ, സച്ച് ആൻ എൻഗേജ്മെൻറ്റ് വാസ് വെരി പ്രവലൻറ്റ്. ഞാൻ പറയുകയാണ്, ഇതിപ്പം ഈ ഉദ്ദേശം കൊണ്ട് മാത്രം ചെയ്തെങ്കിൽ എന്തുകൊണ്ട് അവർ യൂറോപ്പിലും ഇത് ചെയ്തു? യൂറോപ്പിലും ഇൻ ജെസ്യൂട്ട് കൺട്രിബ്യൂഷൻ ഓർ ക്രിസ്ത്യൻ മിഷനറീസ്, ക്രിസ്ത്യൻ സഭക്കാരുടെ കൺട്രിബ്യൂഷൻ വളരെ വളരെ സ്ട്രോങ് ആയിരുന്നു യൂറോപ്പിൽ, ഫ്രാൻസ്, ജർമ്മനി, ഇവിടെയൊക്കെ. അപ്പോൾ അവരെല്ലാം ക്രിസ്ത്യൻ കൺട്രീസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവരെന്തുകൊണ്ട് അവിടെ അവർ ചെയ്തു? ഇത് മിഷൻ പ്രവർത്തനത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് അവിടെ ചെയ്തു? ഒന്ന്. രണ്ടാമതായിട്ട് മിഷൻ പ്രവർത്തനം ചെയ്ത് ഫിലിപ്പീൻസ് ഫോർ ഇൻസ്റ്റൻസ് ഉണ്ടല്ലോ, ഫിലിപ്പീൻസ് ഈസ്റ്റിലുള്ള കൺട്രിയാണല്ലോ, അവിടെ നല്ല വളരെ സ്ട്രോങ്ലി കാത്തലിക്കാണ്, ക്രിസ്ത്യനാണ് ഫിലിപ്പീൻസ്. പക്ഷേ അവിടെ അവർ കണ്ടിന്യൂ ചെയ്യുന്നു ഇപ്പോഴും വളരെ സ്ട്രോങ് ആയിട്ടുണ്ട്. ഞാനിവിടെ ഇതിനെപ്പറ്റി എന്താ പറയുന്നത്, ക്രിസ്ത്യൻ കൺട്രിബ്യൂഷൻ ഒരു ഒഫീഷ്യൽ ചർച്ച് കൺട്രിബ്യൂഷൻ ടു സൈസ്മോളജി, ഈ ഭൂമികുലുക്കത്തെ പറ്റിയൊക്കെ പഠിക്കുന്നുണ്ടല്ലോ, സൈസ്മോളജി. അതിനെപ്പറ്റി ഞാൻ ഇവിടെ പറയില്ല, ട്രിവാൻഡ്രത്ത് ഒരു ടോക്ക് കൊടുക്കുന്നുണ്ടാവും ഇതുപോലെ ഈ ഗ്രൂപ്പിന് തന്നെ. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞു, ഫിലിപ്പീൻസ് വളരെ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും ഉണ്ട്. ഈ ജെസ്യൂട്ട്സ് നടത്തുന്നതാണ് അവിടെ ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ഒബ്സർവേറ്ററിയും പിന്നെ അതുപോലെ തന്നെ സൈസ്മോളജി സെൻറ്റേഴ്സൊക്കെ ഇപ്പോഴും നടത്തുന്നുണ്ട്. അവിടെ ക്രിസ്ത്യൻസ് ആണ്, എന്നിട്ടും നടത്തുന്നു. എന്തുകൊണ്ട് അവർ നിർത്തിക്കളഞ്ഞില്ല? ഇപ്പോൾ അതാണെങ്കിൽ സംഗതി നടന്നു കഴിയുമ്പോഴത്തേക്കും നിർത്തണമായിരുന്നല്ലോ, നിർത്തിയിട്ടില്ല. അപ്പോൾ അതൊക്കെ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോഴത്തേക്കും ഇതൊരു വളരെ സിമ്പിളിസ്റ്റിക് ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷനാണ്. ജോസഫ് നീഡം വളരെ വളരെ പണ്ഡിതനാണ്, ശരിയാണ്. പക്ഷേ പുള്ളിയായിട്ട് എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് സഹകരിക്കാൻ പറ്റുന്നില്ല എന്ന് എൻ്റെ കുറേ പേപ്പേഴ്സിലൊക്കെ ഞാൻ പബ്ലിഷ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, നെക്സ്റ്റ് വൺ പ്ലീസ്. ഓക്കെ, സം പോസിറ്റീവ് കൺസിഡറേഷൻ ഫോർ ചർച്ചസ് എൻഗേജ്മെൻറ്റ് ഇൻ സയൻസ്. എന്തുകൊണ്ട് ക്രിസ്ത്യൻ ചർച്ച് ഈ സയൻസിൽ ഇൻട്രസ്റ്റ് കാണിച്ചു, അതിൽ കണ്ടമാനം സേവനം ചെയ്തു, കണ്ടമാനം സംഭാവന ചെയ്തു? എന്തുകൊണ്ട് അവർ ചെയ്തു? അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു, അതിൻ്റെ അടിസ്ഥാനം എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റിയാണ് ഇപ്പോൾ സംസാരിക്കുന്നത്. ഒന്നാമതായിട്ട് എ പോസിറ്റീവ് വ്യൂ ഓഫ് മെറ്റീരിയൽ യൂണിവേഴ്സ്, particularly with the Renaissance. 16th century വന്നപ്പോഴത്തേക്കും നമ്മുടെ ഈ പ്രപഞ്ചം ഉണ്ടല്ലോ, ഈ പ്രപഞ്ചം ഇതിനെപ്പറ്റി വളരെ പോസിറ്റീവായിട്ട് ഉള്ള ചിന്താഗതി വരാൻ തുടങ്ങി. ഓക്കെ, പോസിറ്റീവായിട്ടെന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ കത്തോലിക്കരുടെ കാര്യം പറയുകയാണ്. ഞാൻ അവിടെ വേദപാഠം പഠിച്ചിരുന്ന കാലത്ത്, അതായത് ഒരു 60 വർഷം മുമ്പ്, എന്നോടിങ്ങനെ ഞാൻ വേദപാഠത്തിൽ പഠിപ്പിച്ചാണ്, ഒരു മനുഷ്യൻ്റെ 3 എനിമീസുണ്ട്. 3 എനിമീസാണ് ഒരു മനുഷ്യനുള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ നമ്പർ 1 സാത്താൻ, ശൈത്താൻ. രണ്ടാമത്തേതാരാണ്? ദ ഫ്ലഷ്, നമ്മുടെ ബോഡി, ഹ്യൂമൻ ബോഡി. മൂന്നാമത്തേതാരാണ്? ദിസ് വേൾഡ്. ഇതെന്നോട് പഠിപ്പിച്ചാണ്. ഞങ്ങൾ കാണാപ്പടെ പഠിക്കണമായിരുന്നു ഇതൊക്കെ. ഇപ്പം ഞാനത് അബ്സല്യൂട്ട്ലി നോൺസെൻസ് എന്ന് ഞാൻ പറയും ഇപ്പോൾ അതിനെപ്പറ്റി. വേദപാഠ പുസ്തകത്തിൽ ഇപ്പോഴും കാണുമായിരിക്കാം, പക്ഷേ ക്രിസ്ത്യൻ റോമൻ കാത്തലിക്സ് മിക്കവാറും തന്നെ മാറ്റിക്കളഞ്ഞു. അത് മാറ്റി. അങ്ങനെ ഞങ്ങൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതായത് 60 വർഷം മുമ്പ് കത്തോലിക്ക തിരുസഭ പഠിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയായിരുന്നു. 3 എനിമീസ് ഉണ്ട്, അവർ നമ്മൾ അകന്നു നിന്നോണം. ഇത് ഈ 16-ാം നൂറ്റാണ്ടിലും വരെ മിഡിൽ ഏജസ് സ്ട്രോങ് ആയിട്ടുണ്ടായിരുന്നു. മിഡിൽ ഏജസിൽ ഇതായിരുന്നു നമ്മുടെ ക്രിസ്ത്യൻ്റെ ഒരു അടിസ്ഥാന തത്വം. ഈ ലോകം, ഈ മെറ്റീരിയൽ യൂണിവേഴ്സ് ഒരു സിൻഫുള്ളാണ്, ഇതുമായിട്ട് എന്തേരാകുന്ന നിൽക്കുക അത്ര നല്ലതാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ഈ മുനിമാരും സന്യാസിമാരൊക്കെ ഈ ലോകം വിട്ടിട്ട് നമ്മുടെ യൂറോപ്പിലായിരുന്നെങ്കിൽ അവർ ഡെസേർട്ടിൽ പോയതും അതുപോലെ തന്നെ വനവാസം ചെയ്യാൻ പോയതൊക്കെ ഇതുകൊണ്ടാണ്. ഈ ഹിന്ദു മതത്തിലും അതുണ്ടായിരുന്നു. ഇതെല്ലാം മോശമാണ്. പക്ഷേ 16-ാം നൂറ്റാണ്ട് മുതൽ പതുക്കെ സയൻസ് വന്ന് ആൾക്കാർക്ക് മനസ്സിലാകാൻ തുടങ്ങി. അതിനെപ്പറ്റി ഞാൻ കൂടുതൽ സംസാരിക്കുന്നുണ്ടാകും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അവർ പറയാൻ തുടങ്ങി, ഇത് ദൈവത്തിൻ്റെ ദാനമാണിത്. ഈ സൃഷ്ടി എന്ന് പറയുന്നത്, പ്രപഞ്ചം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. എന്ത് സാധാരണക്കാർക്കൊന്നും ഉണ്ടാക്കാൻ പറ്റുന്ന സംഗതിയല്ല ഇത്. നമ്മളുടെ പ്രപഞ്ചത്തെപ്പറ്റി നമ്മൾ പഠിക്കുകയാണെങ്കിൽ, എന്തോരം സയൻസ് പഠിക്കുന്ന അത്രയും കൂടുതൽ നമുക്ക് അറിവ് കിട്ടും പ്രപഞ്ചത്തെപ്പറ്റി. ആ അറിവ് വരുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വിശ്വാസം കൂടുകയാണ് ചെയ്തിരിക്കുന്നത്.
ഞാൻ വളരെ ഇപ്പോൾ എനിക്ക് 76 വയസ്സായി. ഞാൻ തുടങ്ങിയപ്പോൾ 1ാം ക്ലാസ് മുതൽ ഞാൻ സയൻസിൽ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. 1ാം ക്ലാസ് മുതൽ, അന്നേരം മുതൽ നമ്മൾ. അപ്പോൾ ഞാൻ ഇത്രയൊക്കെ പഠിച്ചിട്ടും ഞാൻ ഓണസ്റ്റായിട്ട് എനിക്ക് പറയാം, എൻ്റെ വിശ്വാസം സ്ട്രോങ്ങറായിട്ടേ ഉള്ളൂ. കാരണം ഇതുപോലുള്ള പ്രപഞ്ചം, ഈ പ്രപഞ്ചത്തെപ്പറ്റി നമ്മൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്കും എന്തെല്ലാം അതിശയങ്ങളാണ് ഈ ലോകത്ത് നടക്കുന്നത്. ഇവിടെ തന്നെ നടക്കുന്നു. അതുപോലെ തന്നെ നമ്മളിപ്പം ഈ അസ്ട്രോണമിയൊക്കെ പഠിക്കുകയാണെങ്കിൽ ഈ എത്ര സ്റ്റാർസ് ഉണ്ടെന്ന് അറിയാം. ഒരു സ്റ്റാർസിൻ്റെ നമ്പർ എത്ര, ഒരു അപ്രോക്സിമേറ്റ് നമ്പർ പറയുന്നത് 1 കഴിഞ്ഞിട്ട് 22 പൂജ്യം ഇടുക. 1ന് 22 പൂജ്യം ഇട്ട് കഴിയുമ്പോൾ 2 പൂജ്യം ഇട്ട് കഴിയുമ്പോൾ 10 ആയി, 4 പൂജ്യം ഇട്ട് കഴിയുമ്പോഴത്തേക്കും 10,000 ആയി. അങ്ങനെ 22 പൂജ്യം ഇട്ട് പോയി കഴിയുമ്പോൾ എത്ര ആയിരിക്കും അത് പറയാൻ തന്നെ പ്രയാസമാണ്. അത്രയ്ക്ക് ദാറ്റ് മെനി സ്റ്റാർസ് ഉണ്ട് നമ്മുടെ ഈ ലോകത്ത്. അപ്രോക്സിമേറ്റ്ലി അത്രയും സ്റ്റാർസ് ഉണ്ട്. ആൻഡ് ഇവരുണ്ടല്ലോ, ഇവർ നമ്മൾ തല്ലുംപിടുത്തോ ഒന്നും ഉണ്ടാകുന്ന, അവർ മുട്ടുകയോ തട്ടുകയോ നശിപ്പിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. കുറേയൊക്കെ നാശം വരുന്നുണ്ട്. പക്ഷേ ഈ നാശങ്ങളൊക്കെ വന്നാലും നമ്മുടെ പ്രപഞ്ചത്തിന് ഇതുവരെ നഷ്ടം വന്നിട്ടില്ല. പ്രപഞ്ചം അവസാനിക്കുന്നില്ല. അതെല്ലാം ഓർഡർലി ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ആര് നടത്താൻ പറ്റും? ഇത്രയും സ്റ്റാർസ് വെച്ചുകൊണ്ട് ഇത്രയും എന്തോരം വലുതായിരിക്കും നമ്മുടെ ബ്രഹ്മാണ്ടം. ഇതൊക്കെ ആർക്കും ഉണ്ടാക്കാൻ പറ്റും? സയൻസ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. സയൻസ് അതിനെപ്പറ്റി പഠിക്കാനേ പറ്റത്തുള്ളൂ, അത് ഉണ്ടാക്കാൻ പറ്റത്തില്ല. ഉണ്ടാക്കിയത് ആരാണ്? നിർമ്മിച്ചത് ആരാണ്? സൃഷ്ടിച്ചത് ആരാണ്? അപ്പോൾ എനിക്ക് ഇത് കൂടുതൽ ഇതിനെപ്പറ്റി അതിശയം കാണുമ്പോഴത്തേക്കും കൂടുതൽ ഞാൻ ദൈവത്തെപ്പറ്റി ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ ശക്തിയും ദൈവത്തിൻ്റെ ബുദ്ധിയും പറ്റി ഞാൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ വിശ്വാസം കൂടുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഐൻസ്റ്റൈനൊക്കെ ഉണ്ടല്ലോ, പുള്ളി ജൂ ആയിരുന്നു, പക്ഷേ ഫ്രീ തിങ്കറായിരുന്നു ഐൻസ്റ്റൈൻ. പക്ഷേ അദ്ദേഹം കൂടുതൽ പഠിച്ചു വന്നപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ വിശ്വാസം കൂടുകയാണ് ചെയ്തത് ദൈവത്തിന്. ക്രൈസ്റ്റ് എന്ന് പറഞ്ഞിട്ടില്ല, രാമെന്ന് പറഞ്ഞിട്ടില്ല, അതൊക്കെ ശരിയാണ്. അള്ളാന്ന് പറഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷേ ഏതോ ഒരു പവർ ഉണ്ടെന്നുള്ളത് അദ്ദേഹം വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയാണ്. ഐൻസ്റ്റൈൻ ലോകത്തിലെ ഏറ്റവും വലിയ, നമ്മുടെ ലോകത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയൊരു സയൻറ്റിസ്റ്റായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ഐൻസ്റ്റൈനെ. അദ്ദേഹം ടുവേഴ്സ് ദി എൻഡ് ഓഫ് ഹിസ് ലൈഫ് ഒരു വിശ്വാസിയായി തീർന്നു. ക്രിസ്ത്യ വിശ്വാസി എന്ന് ഞാൻ പറയുന്നില്ല, ഹിന്ദു വിശ്വാസം എന്ന് പറയുന്നില്ല, പക്ഷേ വിശ്വാസി. സയൻസ് പഠിച്ചിട്ടുണ്ട് സംഭവിക്കുന്നത്. സാധാരണ ആൾക്കാർ പറഞ്ഞുകൊണ്ട് സയൻസ് പഠിച്ചാൽ നിങ്ങളെല്ലാവരും നിരീശ്വരവാദികളാവും. ചെറിയ രീതിയിലുള്ള സയൻറ്റിസ്റ്റും വലിയ അറിവില്ലാത്ത ചോക്കട സയൻറ്റിസ്റ്റ് നിങ്ങൾ പറയും. അവർ പറയുമായിരിക്കും ഇങ്ങനെയൊക്കെ. പക്ഷേ നല്ല റിയൽ സയൻറ്റിസ്റ്റ് ആണെങ്കിൽ അങ്ങനെ പറയത്തില്ല. ഇത്രയെങ്കിലും അവർ പറയും എനിക്കിതിനെപ്പറ്റി അറിയത്തില്ല എന്നാണ് പറയത്തുള്ളൂ. അല്ലാതെ ഇങ്ങനെ ഇതെല്ലാം തന്നെത്താൻ ഉണ്ടായി വന്നതെന്ന് അവർ പറയത്തില്ല. പക്ഷേ ഈ നിരീശ്വരവാദി പറഞ്ഞു ഇതെല്ലാം തന്നെത്താൻ ഉണ്ടായി വന്നാൽ, തന്നെത്താൻ എവിടെ എന്താ ഉണ്ടായി വന്നിരിക്കുന്നത് ഞാൻ ചോദിക്കാം അവരോട്. നിങ്ങൾ ഏതെങ്കിലും ഒരു കാര്യം പറയാമോ, തന്നെത്താൻ ഉണ്ടായി വന്ന് കാണിക്കാമോ എന്ന്, എനിക്കൊരു തെളിവ് തരാമോ, അതിനൊരു എക്സാമ്പിൾ തരാമോ എന്ന് ചോദിച്ചു കഴിയുമ്പോഴത്തേക്കും അവർ മിണ്ടുകയില്ല. അവസാനം അഥവാ അവർ മിണ്ടുവാണ് പറയും ഇതെല്ലാം ആറ്റമിൽ നിന്ന് വന്നതാണ്. ഇപ്പോൾ ആറ്റമിൽ നിന്ന് വന്നാണെങ്കിൽ ആറ്റം എവിടെ നിന്ന് വന്നു? അതുണ്ടല്ലോ ക്വാർക്സിൽ നിന്ന് വന്നാൽ. ഇപ്പോൾ ക്വാർക്സ് എവിടെ നിന്ന് വന്നു? ക്വാർക്സ് വരെ എത്തി, ശരിയാണ്. പക്ഷേ ക്വാർക്സ് എവിടെ നിന്ന് വന്നു? തീർന്നില്ല സംഗതി. നമ്മൾ ചുമ്മാ അങ്ങനെ മാറ്റിവെക്കാമെന്നുള്ളതല്ലാതെ ഇത് ഒഴിവാക്കാൻ പറ്റുന്നില്ലല്ലോ. ഒരു സൃഷ്ടാവിനെ നമുക്ക് മാറ്റിവെക്കാൻ വേണമെങ്കിൽ, പക്ഷേ ഒഴിവാക്കാൻ പറ്റുന്നില്ല. അതാണ് സയൻസ് വ്യക്തമാക്കുന്നത്. ഓക്കെ, ലെറ്റ്സ് ഗോ ഓൺ. നൗ അനദർ തിങ്, റിവൈവൽ ഓഫ് ദ 2 books വ്യൂ. ഇതുകൊണ്ടല്ലോ ഒരു 16th-17th century വന്നപ്പോഴത്തേക്കും ഈ 2 books വ്യൂ വരാൻ തുടങ്ങി, കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് വരാൻ തുടങ്ങി. ഇത് പണ്ട് മുതലുള്ളതാണ്. 4th century മുതൽ അതിനു മുമ്പുള്ളതാണ്. 2 books വ്യൂ എന്താണ്? ദൈവം നമുക്ക് 2 books തന്നിട്ടുണ്ട്. മനുഷ്യർക്ക്. ഒന്ന് ബുക്ക് ഓഫ് സ്ക്രിപ്ചർ, ദ ബൈബിൾ, ബുക്ക് ഓഫ് സ്ക്രിപ്ചർ. രണ്ടാമത്തെ ബുക്ക് എന്താണ്? ബുക്ക് ഓഫ് നേച്ചർ. ഈ പ്രപഞ്ചം, ഈ ബ്രഹ്മാണ്ടം ദൈവം നമുക്ക് തന്നിരിക്കുന്നതാണ്, ഒരു ഗിഫ്റ്റാണ്. ദൈവത്തെ വെളിപ്പെടുത്തുകയാണ് അത് മുഖേന. ദൈവത്തിൻ്റെ പ്രവൃത്തികളെ വെളിപ്പെടുത്തുകയാണ് ബുക്ക് ഓഫ് നേച്ചർ ചെയ്യുന്നത്. ദൈവത്തിൻ്റെ വാക്കുകളെ, ആശയങ്ങളെ നമ്മൾക്ക് തരികയാണ് ബുക്ക് ഓഫ് സ്ക്രിപ്ചർ ചെയ്യുന്നത്. ഇത് രണ്ടും ദൈവത്തിൻ്റെ റെവലേഷനാണ്. ദൈവം നമ്മളുമായിട്ട് ബന്ധപ്പെടാനുള്ളൊരു മാർഗമാണത്. ദൈവത്തിൻ്റെ വാക്ക് മുഖേനയും ദൈവത്തിൻ്റെ പ്രവൃത്തി മുഖേനയും. ഈ 2 ബുക്സ് ഉണ്ട്. ഈ 2 ബുക്സും ദൈവത്തിൽ നിന്ന് വരുന്നതായതുകൊണ്ട് ഇവർ തമ്മിൽ കോൺട്രഡിക്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ഇവർ തമ്മിൽ എന്നാ പറയുന്നത് കോംപ്ലിമെൻറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഒന്ന് മറ്റേതിനെ കംപ്ലീറ്റ് ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇത് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലായിട്ട് സപ്പോർട്ട് ചെയ്യത്തുള്ളൂ എന്നുള്ളൊരു ചിന്താഗതി സെയിൻറ്റ് അഗസ്റ്റിനാണ് ഇത് ആദ്യം തുടങ്ങിയത്. സെയിൻറ്റ് അഗസ്റ്റിൻ അത് 4ാം നൂറ്റാണ്ടിൽ.
അത് കഴിഞ്ഞിട്ട് അത് കുറച്ച് അതിനെപ്പറ്റി ആൾക്കാർ പറയുമായിരുന്നു, പക്ഷേ കാര്യമായിട്ട് പറയത്തില്ല. പിന്നെ ഈ 15-16 നൂറ്റാണ്ടിൽ ഇതിൻ്റെ ഒരു റിവൈവൽ വന്നു. ഇതിനെപ്പറ്റി കൂടുതൽ ആൾക്കാർക്ക് മനസ്സിലാക്കാൻ തുടങ്ങി. അതേസമയം ഞാനിവിടെ കോട്ട് ചെയ്യുന്നുണ്ട് യോഹാനസ് കപ്ലറിൻ്റെ ടൈം 1571 to 1630 ആണ് അദ്ദേഹത്തിൻ്റെ ഏജ്. അദ്ദേഹത്തിൻ്റെ എന്താ പറയുന്നത് ജീവിച്ചിരുന്ന സമയം. ആ സമയത്ത് വളരെ സ്ട്രോങ് ആയിട്ട് വന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ പറ്റിയാണ് ഞാൻ PhD ഗവേഷണം ചെയ്തത്. യോഹാനസ് കപ്ലർ, ഫൗണ്ടർ ഓഫ് മോഡേൺ സയൻസ്, മോഡേൺ അസ്ട്രോണമി. അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ സയൻറ്റിഫിക് കൺട്രിബ്യൂഷനെ പറ്റിയാണ് പ്രധാനമായിട്ടും ഞാൻ റിസർച്ച് ചെയ്തത്. ഓക്കെ, അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി വളരെ ഒരു നന്നായിട്ട് ഇതിനെപ്പറ്റി അറിയാം എനിക്ക്. അതുകൊണ്ടാണ് സംസാരിക്കുന്നത്. കപ്ലർ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2 ബുക്സ് ഉണ്ട്. 2 ബുക്സ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, 2 നമ്മൾ ഉപയോഗിക്കണം, 2 മുഖേന നമുക്ക് ദൈവത്തോട് കൂടുതൽ അടുക്കാൻ സാധിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ലൂഥറനായിരുന്നു. കത്തോലിക്ക സഭയോടും പുള്ളിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പിന്നെ പ്രൊട്ടസ്റ്റൻ്റ് ഗ്രൂപ്പിൽ താല്പര്യം അങ്ങനെ ഉണ്ടായിരുന്നു. പക്ഷേ വെരി റിലീജിയസ് പേഴ്സൺ, ഡിനോമിനേഷൻ എന്തും ആയിക്കോട്ടെ, പക്ഷേ വളരെ റിലീജിയസ് പേഴ്സണാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അന്ന് വളരെ ഫേമസ് സയൻറ്റിസ്റ്റുമാണ്. വൺ ഓഫ് ദ റിയൽ ഫൗണ്ടേഴ്സ് ഓഫ് മോഡേൺ സയൻസ് ആണ് യോഹാനസ് കപ്ലർ. അദ്ദേഹം പറയുന്നു 2 ബുക്സ് ഉണ്ട്, 2നും നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം. ഓക്കെ, ജെസ്യൂട്ട്സ് എന്തുകൊണ്ട് ഇതെല്ലാം ഇടപെട്ടു എന്നുള്ളത് തന്നെ ഒരു ചോദ്യങ്ങൾ വരാറുണ്ട്. എന്തുകൊണ്ട് ഈ ജെസ്യൂട്ട് ഓർഡർ അത്രയും ജെസ്യൂട്ട്സുകാർ വളരെ ബ്രില്യൻ്റ് ആയതുകൊണ്ട് മാത്രമല്ല, കാരണം അതിനേക്കാളും ബ്രില്യൻ്റ് ആയിട്ടുള്ളവരായിരുന്നു ഡൊമിനിക്കൻസ്. സെയിൻറ്റ് തോമസ് അക്വൈനസ്, ലോകത്തിലെ ഏറ്റവും വലിയ ചിന്തകളിൽ ഒരാളാണ് തോമസ് അക്വൈനസ്. സെയിൻറ്റ് ആൽബർട്ട് ദ ഗ്രേറ്റ്, തോമസ് അക്വൈനസിൻ്റെ ടീച്ചറായിരുന്നു ആൽബർട്ട് ദ ഗ്രേറ്റ്. ഇവരൊക്കെ ഡൊമിനിക്കൻസ് ആയിരുന്നു. പക്ഷേ എന്തുകൊണ്ട് ഇവർ സ്റ്റാർട്ട് ചെയ്തില്ല സയൻസ്? അതേസമയം ജെസ്യൂട്ട്സ് 1540 തുടങ്ങിയത്. 1540 ജെസ്യൂട്ട് തുടങ്ങിയത്. അന്നേരം മുതൽ സയൻസിന് വളരെ സ്ട്രോങ് ആയിട്ട് അവരെടുത്തു. കാരണം അതിൻ്റെ ഫൗണ്ടർ സെയിൻറ്റ് ഇഗ്നേഷ്യസ് ആണ്. ഇഗ്നേഷ്യസ് സയൻറ്റിസ്റ്റ് അല്ലായിരുന്നു, ഒരു സോൾജറായിരുന്നു. വലിയ കുലീന കുടുംബത്തിൽ വന്ന ഒരു സോൾജറായിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് ഈ സയൻറ്റിഫിക് ടെമ്പർ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട സ്പിരിച്വൽ പുസ്തകമാണ് സ്പിരിച്വൽ എക്സസൈസസ്. അതിൻ്റെ ലാസ്റ്റ് മെഡിറ്റേഷൻസാണ്. ലാസ്റ്റ് മെഡിറ്റേഷൻ ഈ ലോകത്തെ നമ്മൾ കാണുക, ലോകത്തെ നമ്മൾ കോണ്ടംപ്ലേറ്റ് ചെയ്യുക. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഈ ലോകം സൃഷ്ടിച്ച ആരാണെന്ന് അത് കഴിഞ്ഞിട്ട് പോവുക. അന്നേരം ദൈവത്തെ നമ്മൾ കാണും, ഈ ദൈവത്തെ അവിടെ കാണും. ഈ ലോകം മുഖേന നമ്മൾ പോവുകയാണെങ്കിൽ അവസാനം നമ്മൾ ദൈവത്തെ ആയിരിക്കും കാണുക എന്ന് ആ പുസ്തകത്തിൽ ഇങ്ങനെ അതിൻ്റെ ഒരു കോണ്ടംപ്ലേഷൻ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. കോണ്ടംപ്ലാസ്യോ അത് അമോരെ, കോണ്ടംപ്ലേഷൻ ഫോർ ലവിങ് ഗോഡ്, ഫോർ നോയിങ് ഗോഡ് ആൻഡ് ലവിങ് ഗോഡ്. അതാണ് ലാസ്റ്റ് പാർട്ട് ഓഫ് സ്പിരിച്വൽ എക്സസൈസ്. സ്പിരിച്വൽ എക്സസൈസ് ഒരു സ്പിരിച്വൽ ക്ലാസിക്കായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് പോലെ ഒരു വളരെ മഹത്തായ ഒരു പുസ്തകമായിട്ടാണ് സ്പിരിച്വാലിറ്റിയിൽ കണക്കാക്കുന്നത്, ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റിയിൽ. അപ്പോൾ അദ്ദേഹമാണ് ഈ ഈശോസഭ സ്ഥാപിച്ചത്. അപ്പോൾ അദ്ദേഹത്തെ ഇങ്ങനെ തുടങ്ങിയപ്പോഴത്തേക്കും അദ്ദേഹത്തിൻ്റെ അനുഗാമികളും ഇതുപോലുള്ള രീതിയിൽ പറ്റൂ. അതാണ് ഞാൻ പറയുന്നത് പ്രധാന കാരണം. നെക്സ്റ്റ് വൺ പ്ലീസ്. ഓക്കെ, സം ക്രിസ്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇൻ ഇന്ത്യ. നമ്മളിപ്പം സയൻസിനെ പറ്റി പറയുന്നതാണ്. ക്രിസ്ത്യൻ ഫേമസ് കോളേജസ് ഇൻ ഇന്ത്യ. ഇതിനെപ്പറ്റി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന തേവരയുടെ പേര് ഞാൻ എഴുതിയിട്ടില്ല, എഴുന്നേറ്റതായിരുന്നു, ഞാൻ മിസ് ചെയ്തു. തേവര കോളേജ് വളരെ കൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, തേവര കോളേജ്. അതേസമയം ദേവഗിരി കാലിക്കറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട്, പക്ഷേ തേവര എങ്ങനെയോ എസ്കേപ്പ് ചെയ്തു. പിന്നെ നമ്മുടെ കേരളത്തിലുണ്ടല്ലോ ഈശോസഭക്കാർ മാത്രമല്ല, അതുകൊണ്ടായിരുന്നു ഇവിടെ തേവര കൊണ്ടിരിക്കുന്നത്. തേവര CMI ആണ്, അതുപോലെ തന്നെ ദേവഗിരി CMI ആണ്. പിന്നെ നമുക്കിതുണ്ട് മാർ ഇവാനിയോസ്, അത് CMI അല്ല, അത് മാർ ഇവാനിയോസിൻ്റേത് മലങ്കര, സീറോ മലങ്കരയാണ്. അങ്ങനെ അവരും ചെയ്തിട്ടുണ്ടെന്ന് കാണിക്കാനായിട്ടാണ് നമ്മൾ അതിനെപ്പറ്റിയെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി കോളേജ് എല്ലാം ഫേമസ് കോളേജസാണ്, എല്ലാം ഫേമസ് കോളേജ്. ഈ കോളേജ് ഞാൻ വരാൻ കാരണം ഇതാണ്. സയൻസിനെ പറ്റി പറയുമ്പോൾ ഇവിടെ എല്ലാം സയൻസ് വളരെ സ്ട്രോങ് ആയിട്ട് പഠിപ്പിക്കുമായിരുന്നു, വളരെ സ്ട്രോങ് ആയിട്ട് സയൻസ് പഠിപ്പിക്കുമായിരുന്നു. റിസർച്ച് സെൻറ്റേഴ്സും ജെസ്യൂട്ട്സും മറ്റുള്ളവരും സ്റ്റാർട്ട് ചെയ്തായിരുന്നു. അങ്ങനെ സയൻസിന് അപ്പോൾ അവരെ ഇങ്ങനെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൾട്ടിപ്ലയർ ഇഫക്റ്റ് വരുന്നുണ്ട് ഇവിടെ. അതായത് നമ്മൾ ക്രിസ്ത്യൻ മിഷനറീസ് പഠിപ്പിക്കുന്നു, അവരുടെ സ്റ്റുഡൻസ് പോയി വേറെ അതിൽ കൂടുതൽ ആൾക്കാരെ പഠിപ്പിക്കുന്നു. അങ്ങനെ പഠിപ്പിച്ച് ലോകത്തിന് ഭയങ്കര സംഭാവന ചെയ്യുന്നു, ഇന്ത്യക്ക് ഭയങ്കര സംഭാവന ചെയ്യുന്നു. അതിനെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇനിയിപ്പം വി ആർ ഗോയിങ് ഇൻ ടു ഫിസിക്കൽ സയൻസസ്. ആക്ച്വൽ ആൾക്കാരുടെ മിഷനറിമാരുടെയും അവരുടെ പ്രവർത്തനങ്ങളെ പറ്റിയും വളരെ ചുരുക്കമായിട്ട് ഞാൻ സംസാരിക്കുകയാണിപ്പം. ഓക്കെ, ജെസ്യൂട്ട്സിനെ പറ്റിയാണ് സ്മോളായിട്ട് പറഞ്ഞിരിക്കുന്നത്. ജെസ്യൂട്ട്സിൻ്റെ ഒത്തിരി പേര്, ഇതെല്ലാം ജെസ്യൂട്ട്സ് വരുന്നു. അത് ഞാൻ ജെസ്യൂട്ട് ആയതുകൊണ്ടല്ല, അതിൻ്റെ അങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ട് നമ്മൾ ഹിസ്റ്ററി പറയുകയാണ്. അപ്പം സംഭവിച്ച പോലെ നമ്മൾ പറയുന്നു
ചെറുത് പറഞ്ഞിരിക്കുന്നത്. ആദ്യമായിട്ടുള്ള അവരുടെ കൺട്രിബ്യൂഷൻ എവിടെയാണ്? അസ്ട്രോണമി, കാർട്ടോഗ്രഫി ആൻഡ് സർവേയിങ്. കാർട്ടോഗ്രഫി എന്ന് പറഞ്ഞാൽ മാപ്പ് മേക്കിംഗ്. മാപ്പ് വി ആർ ടോക്കിംഗ് അബൌട്ട് 16th, 17th, 18th century. ആ സമയത്ത് ഒരു ശരിയായ മാപ്പ് വളരെ അത്യാവശ്യമായിരുന്നു. ശരിയായ മാപ്പ്, ഈ നമ്മൾ പറയുന്നത് ഭൂപടം എന്ന് പറയത്തില്ലല്ലോ, ഭൂപടം, അത് ശരിയായ രീതിയിൽ ഇല്ലായിരുന്നു. ഇന്ത്യയിലുണ്ടായിരുന്നു, പക്ഷേ ഇന്ത്യയിൽ വളരെ റിലയബിൾ അല്ലായിരുന്നു. അപ്പോൾ ഈ മിഷനറിമാർ വന്നിട്ട് അവർ മോഡേൺ സയൻറ്റിഫിക് മെത്തേഡ് ഉപയോഗിച്ച് മാപ്പ് ഉണ്ടാക്കാൻ തുടങ്ങി. അതിനാണ് കാർട്ടോഗ്രഫി എന്ന് പറയുക. അസ്ട്രോണമിയിലും അവരാണ് ടെലസ്കോപ്പ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ക്രിസ്ത്യൻ മിഷനറീസാണ് ടെലസ്കോപ്പ്. ഇതില്ലായിരുന്നു നേരത്തെ. അസ്ട്രോണമി ഉണ്ടായിരുന്നു, ഗവേഷണം ഉണ്ടായിരുന്നു, പക്ഷേ ടെലസ്കോപ്പ് ഇല്ലായിരുന്നു. ടെലസ്കോപ്പ് ഇന്ത്യൻ മിഷനറീസ് ഇവിടെ കൊണ്ടുവന്നതാണ്. യൂറോപ്പിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ജെസ്യൂട്ട്സാണ് കൊണ്ടുവന്നത്. ഇവിടെ അത് ഇപ്പോൾ എല്ലായിടത്തും തന്നെ ഉണ്ട്, പക്ഷേ അന്നേരം ഇല്ലായിരുന്നു. 17th century 16th century ഇല്ലായിരുന്നു. ഓക്കെ, അതൊക്കെ ഇവരാണ് ചെയ്തത്. ഓക്കെ, നൗ ഐ എം ടോക്കിംഗ് അബൌട്ട് ദിസ് കാർട്ടോഗ്രഫി. ഇൻ ഇന്ത്യ മാപ്സ് were available already in the 16th century. For instance, Vasco da Gama's Indian pilot had an Indian map. വാസ്കോ ഡി ഗാമ. പക്ഷേ അത്ര റിലയബിൾ അല്ലായിരുന്നു. അവർ ശരിയായ രീതിയിൽ അവർ പ്രിപ്പയർ ചെയ്തിട്ടില്ലായിരുന്നു. അതിന് ഒത്തിരി തെളിവുകളുണ്ട്. ആ മാപ്പ് വെച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ എന്താ പറയുക, ഗംഗ അവസാനിക്കുന്ന എവിടെയാണെന്ന് അറിയാമോ? ബോംബെ സൈഡിൽ. ഗംഗ അവിടെയല്ലല്ലോ അവസാനിക്കുന്നത്. ഗംഗ കംസ് ആൻഡ് എൻഡ്സ് ഇൻ ബംഗ്ലാദേശ് സൈഡിലാണ്. പക്ഷേ ഇവർ നോക്കിയപ്പോൾ ഇവരുടെ മാപ്പ് അനുസരിച്ച് നമ്മൾ പോകുമായിരുന്നെങ്കിൽ അത് അവിടെയല്ല, അത് എൻഡ് ചെയ്യുന്നത് ഇവിടെ നമ്മുടെ ബോംബെക്ക് ആ സൈഡിലായിട്ടായിരുന്നു. അങ്ങനത്തെ ഒരു വളരെ ഇനാക്യുറേറ്റ് ആയിട്ടുള്ള മാപ്പുകളായിരുന്നു ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് അങ്ങനെ വന്നുള്ളത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല, പക്ഷേ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവർ വന്നിട്ട് സർവേ ചെയ്യാൻ പറഞ്ഞു. ശരിയായ രീതിയിൽ സർവേ ചെയ്തു. അതായത് സൂര്യനെയും ചന്ദ്രനെയും മറ്റ് സ്റ്റാറിനെയൊക്കെ നോക്കിയിട്ട് അതനുസരിച്ചാണ് ഇവിടെ സാധാരണ മാപ്പ് ഉണ്ടാക്കുക. അപ്പോൾ അങ്ങനെ അവർ ചെയ്തു, ശാസ്ത്രീയമായ രീതിയിൽ ചെയ്തു. അങ്ങനെ നമ്മുടെ ക്രിസ്ത്യൻ മിഷനറീസാണ് ശരിയായ മാപ്പുകൾ, നമ്മുടെ ഇന്ത്യയുടെ ഭൂപടങ്ങൾ ശരിയായ രീതിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതും സർവേ ചെയ്തതും. ഗംഗയുടെ ഒറിജിൻ എവിടെയാണെന്നൊക്കെ ഇവിടെ മിഷനറിമാർ വള്ളത്തിൽ പോയി അതിൻ്റെ സ്ഥലത്തോട്ട് അവർ ചില സമയത്തുണ്ടല്ലോ ഇവർ ഒഴുക്കിനെതിരായിട്ട് വെള്ളം ഒഴിച്ച് അങ്ങനെ അവിടെ പോയി ആ സ്ഥലത്ത് പോയി കണ്ടുപിടിച്ചവർ. അങ്ങനെയൊക്കെ നമ്മൾ മറ്റുള്ളവർ സാധാരണക്കാർ ചെയ്യത്തില്ല. ഇങ്ങനെയൊക്കെ ചെയ്തതാണ് മിഷനറി. അതുകൊണ്ടാണ് മിഷനറിമാർക്ക് വളരെയധികം പേര് കിട്ടിയത്. അവരെ അവർക്ക് ഒത്തിരി ബഹുമാനം കൊടുത്തതും ഇതൊക്കെ. അതിനെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്, കാർട്ടോഗ്രഫി. അപ്പം നെക്സ്റ്റ് വൺ പ്ലീസ്. ഓക്കെ, നൗ ഞാൻ പറഞ്ഞല്ലോ ഇവിടുത്തെ ഇന്ത്യയിലെ മാപ്പുകൾ വളരെ ക്ലിയർ അല്ലായിരുന്നു, റിലയബിൾ അല്ലായിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ ഒരു എസ് എൻ സെൻ ഒരു ഇന്ത്യൻ ഹിസ്റ്റോറിയനാണ്, വളരെ റെസ്പെക്റ്റഡ് ഹിസ്റ്റോറിയനാണ്, വളരെ റെസ്പെക്റ്റഡ്. അദ്ദേഹത്തിൻ്റെ ഇത് വായിക്കാൻ, in the 18th century, the pioneering efforts of reconstructing the geography of India along scientific lines was handicapped by the paucity means shortage of data on geographical latitudes and longitudes, particularly the latter, and were available by their unreliability. നമ്മുടെ ഇന്ത്യക്കാരുടെ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ചൽത്താഹ ആറ്റിറ്റ്യൂഡ് അന്നും അവർക്ക് ഉണ്ടായിരുന്നു. ഹോ ജായക ദാറ്റ് കൈൻഡ് ഓഫ് ആറ്റിറ്റ്യൂഡ്. അപ്പോൾ അതുകൊണ്ട് അവർ ആക്യുറേറ്റായിട്ട് ചെയ്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാപ്പുണ്ടാക്കി ആ മാപ്പ് അനുസരിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ കൽക്കട്ടയ്ക്ക് പോകുന്നതിന് പകരം ബോംബെക്ക് പോകും. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നാണ് ഇദ്ദേഹം പറയുന്നതാണ്. അത് ഞാൻ പറയുന്നതല്ല, ഇദ്ദേഹം പറയുന്നത്. എസ് എൻ സെൻ എന്ന് പറഞ്ഞാൽ റെക്കഗ്നൈസ്ഡ് ഹിസ്റ്റോറിയൻ ഓഫ് സയൻസാണ്. അതേസമയം ക്രിസ്ത്യൻ അല്ല അദ്ദേഹം. സെൻ എന്ന് പറയുമ്പം ബംഗാളിയാണ്. ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് വൺ ഡൺ ബൈ ദ മിഷനറീസ്. അതാണ് ഇവിടെ പറയുന്നത്. നെക്സ്റ്റിലോട്ട് പോയേക്കാം നമുക്ക്. Now I am going to give individuals. ആൻ്റണി മോൺസെറാറ്റ്, അദ്ദേഹം ജീവിച്ചിരുന്നത് 1536 മുതൽ 1600 വരെ. ജെസ്യൂട്ടായിരുന്നു അദ്ദേഹം. അദ്ദേഹമാണ് ആദ്യമായിട്ട് മാപ്പുണ്ടാക്കിയത്. ഇന്ത്യയുടെ സയൻറ്റിഫിക് മാപ്പുണ്ടാക്കിയത് ഇദ്ദേഹമാണ്. ഒരു ജെസ്യൂട്ട് സയൻറ്റിസ്റ്റ് ആയിരുന്നു. അക്ബറിൻ്റെ കൂടെ അദ്ദേഹം പോയി. ഇവരൊക്കെ ഉണ്ടല്ലോ മാപ്പുണ്ടാക്കുന്നതിന് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയത്. അക്ബർ അഫ്ഗാനിസ്ഥാനിൽ പോയായിരുന്നു അവർ കോൺക്വർ ചെയ്യാനായിട്ട്. ഇദ്ദേഹം അത് അക്ബറിൻ്റെ കൂടെ പോയി. അപ്പോൾ അന്നേരത്തേക്കും അക്ബർ വാർ ചെയ്തുകൊണ്ടിരുന്നു. ഇദ്ദേഹം പോയി എല്ലാം ആ സ്ഥലത്ത് പോയി സർവേ ചെയ്യും. അവിടെ സർവേ ചെയ്തിട്ട് ഈ സ്ഥലത്തിന് നമ്മുടെ സൂര്യനുമായിട്ട് നോക്കുമ്പോഴോ ഈ നക്ഷത്രമായിട്ട് നോക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ സ്ഥാനം എവിടെയാണ്, അപ്പം അത് കഴിഞ്ഞിട്ട് മറ്റേതിൻ്റെ സ്ഥാനം എവിടെയാണ്, എല്ലാം ഒരു സ്റ്റാറിനെ വെച്ചുകൊണ്ട് നമ്മൾ ഒരു സ്റ്റാറിനെ
ബേസ് ചെയ്തുകൊണ്ട് നമ്മളെല്ലാം ഇതെടുക്കുവാണെങ്കിൽ, എല്ലാ ഡയറക്ഷൻസും എല്ലാം സ്പോർട്സും എടുക്കുവാണെങ്കിൽ അത് ആക്യുറേറ്റ് ആയിരിക്കും. കാരണം ഈ സ്റ്റാർ അങ്ങനെ എളുപ്പത്തിൽ മാറത്തില്ല. അപ്പോൾ അങ്ങനെ ഇദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നു. അക്ബറിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ നമുക്ക് ദേശങ്ങളിലെല്ലാം പോകാൻ സാധിക്കും, അതുപോലെ തന്നെ ഫ്രീ ആയിട്ട് ചെയ്യാനും സാധിക്കും. അങ്ങനെ അദ്ദേഹം പോയി അങ്ങനെ ചെയ്തതാണ്. രണ്ടാമത്തത് ആൻ്റണി റുബീനോ. നെക്സ്റ്റ് വൺ പ്ലീസ്. ഇപ്പം പേര് പറയുന്നേ ഉള്ളൂ. റിഷോയെ പറ്റി ഞാൻ പറഞ്ഞായിരുന്നല്ലോ, ആദ്യത്തെ ന്യൂ ഡിസ്കവറി വാസ് ഡൺ ബൈ ഹിം. ദ ഫസ്റ്റ് ഡിസ്കവറിയെ പറ്റി ഞാൻ പറഞ്ഞു. കൂടുതൽ വിശദമായിട്ടിവിടെ പറയുകയാണ്. അതിപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വണ്ണിലോട്ട് പോകാം. ഷാ ബുഷേ. പലരും ഇങ്ങനെ ഒത്തിരി പേരുണ്ടായിരുന്നെന്ന് കാണിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ ഹിസ്റ്ററിയിലുള്ളതാണ്. ഇവരുടെയൊക്കെ പിന്നെ ജന്മ ഡേറ്റും ഡെത്ത് ഡേറ്റും ഒക്കെ നമ്മുടെ കയ്യിലുണ്ട്. അതുപോലെ നെക്സ്റ്റ് വൺ ഈസ് ഷാ കൽമേറ്റ് ആൻഡ് ദെൻ ജീൻ ബുഷേ. ഇതെല്ലാം ഫ്രഞ്ച് ആയിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ ക്ലോഡ് സൻസൗത്ത് ബുഡിയെ. നെക്സ്റ്റ് വൺ ഇതൊക്കെ ജോസഫ് സ്റ്റീഫൻ താലർ. ഇദ്ദേഹം വളരെ വളരെ കൂടുതലായിട്ട് എന്താ പറയുക കൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് സ്റ്റീഫൻ താലർ. ഇദ്ദേഹം 42 വർഷം ഇന്ത്യയിലുണ്ടായിരുന്നു. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ്. ഹി റോട്ട് മോർ ദാൻ 40 ബുക്സ് ആൻഡ് മെയ്ഡ് മെനി ഇമ്പോർട്ടൻറ്റ് ജിയോഗ്രാഫിക്കൽ ഒബ്സർവേഷൻസ്. അദ്ദേഹത്തെ പറ്റി മൂണിസ് റാസ എനിക്ക് മുസ്ലിം ഹിസ്റ്റോറിയൻ ഓഫ് സയൻസ് പറയുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ക്രിസ്ത്യൻസിനെ ഞാൻ കോട്ട് ചെയ്യുന്നില്ല. ഞാൻ കോട്ട് ചെയ്യുന്നതെല്ലാം നോൺ ക്രിസ്ത്യൻസിനെയാണ് കഴിയുന്നിടത്തോളം. അദ്ദേഹം പറയുന്നു ഇതേപ്പറ്റി. That means Stephen Thaler was a keen observer of geographical phenomena, had the background to understand them and had the ability to express them lucidly. His descriptions are known for their accuracy and are based on an acute sensitivity to and perception of the Indian reality. ഒരു ഇന്ത്യൻ മുസ്ലിം ഹിസ്റ്റോറിയൻ ഓഫ് സയൻസ് ഇദ്ദേഹത്തെ പറയുകയാണ്. ജെസ്യൂട്ട് അസ്ട്രോണമറെ പറ്റി പറയുകയാണ്. ഇത്രയും വളരെ പോസിറ്റീവായിട്ട് സംസാരിക്കുക. സോ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺട്രിബ്യൂഷൻസ് ആയിരുന്നു. നെക്സ്റ്റ് ഫ്രാൻസിസ് വെൻഡൽ, അനദർ മാപ്പ് മേക്കർ. Now we come, that was about astronomy very briefly. Okay, now I am going to talk about mathematics, physics and chemistry. ഇതിലും മിഷനറിമാർ കൺട്രിബ്യൂട്ട് ചെയ്തായിരുന്നു. ഓക്കെ ഫ്രാൻസിസ് ലൊറോൺ 1886 മുതൽ 1963 വരെ, അതായത് റീസെൻറ്റ് ടൈംസിൽ അദ്ദേഹം ഹി വാസ് വെരി മച്ച് ഇൻ ഫിസിക്സിലായിരുന്നു. നെക്സ്റ്റ് ചാൾസ് റെയ്സീൻ മാത്തമാറ്റിക്സിലായിരുന്നു പ്രധാനമായിട്ടും, മാത്തമാറ്റിക്സ് ആൻഡ് ഫിസിക്സ്. ഓക്കെ. ലോർഡോ ജഡനപ്പള്ളി, ഇന്ത്യൻ സയൻറ്റിസ്റ്റ്. അദ്ദേഹം പെട്ടെന്ന് മരിച്ചുപോയി, അധികം നാൾ ജീവിച്ചില്ല. അദ്ദേഹം ഇവിടെ ലോയോള കോളേജിൽ പ്രധാനമായിട്ടുണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹം കെമിസ്ട്രിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ കൺട്രിബ്യൂഷൻ. അപ്പോൾ അദ്ദേഹം പറയുന്നു. അതുപോലെ ഫ്രാൻസിസ് സേവർ എൻ്റെ സ്റ്റുഡൻ്റായിരുന്നു കുറച്ച് ആൾ. ഞാൻ ഓർഡിനേഷൻ മുമ്പും പഠിപ്പിക്കുമായിരുന്നു. അതായത് ഒരു സെമിനാരിക്കാരനായിട്ടും പഠിപ്പിക്കുമായിരുന്നു. അതിൽ അന്നേരം പഠിപ്പിച്ച ഒരാളാണ് ഈ ഫ്രാൻസിസ് സേവിയർ. ഇപ്പോൾ സീനിയറാണ്. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് ലോയോള കോളേജിൽ. ഫിസിക്സിൻ്റെ പ്രൊഫസറാണ്. വളരെ ഫേമസ് ആണ്. ചെന്നൈയിലും തമിഴ്നാട്ടിലും വളരെ ഫേമസ് ആയിട്ടുള്ള ആളാണ്. അദ്ദേഹം ഒത്തിരി കൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വൺ പ്ലീസ്. ഓക്കെ, ദാറ്റ് ഈസ് അബൌട്ട് സയൻസ്, അതായത് ഫിസിക്കൽ സയൻസസ്. അങ്ങനെ ഒത്തിരി പേരുണ്ട്. എല്ലാവരെയും പേര് ഞാൻ കൊടുത്തിട്ടില്ല. ഞാൻ രണ്ടാമത്തെ ടോക്കിലായിരിക്കും ബയോളജിക്കൽ സയൻസിനെ പറ്റി പറയുക. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ സയൻറ്റിസ്റ്റിനെ പറ്റി ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഒരു ചെറിയ ബ്രേക്ക് എടുക്കുകയാണ് ഇപ്പോൾ. ബൈ, താങ്ക് യു.